മലദ്വാരത്തിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന അർബുദം അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഹ്യൂമൻ പാപ്പിലോമ വൈറസുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ നിർണയിക്കാൻ സാധിച്ചാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അർബുദങ്ങളിൽ ഒന്നാണ് ഇത്. ഇനി പറയുന്നവയാണ് മലദ്വാരത്തിലെ അർബുദത്തിന്റെ ചില ലക്ഷണങ്ങൾ. മലത്തിൽ കാണപ്പെടുന്ന രക്തമാണ് ഈ അർബുദത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്ന്. മൂലക്കുരു മൂലമാണെന്ന് പലപ്പോഴും ഈ രക്തസ്രാവം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. നിരന്തരമായ രക്തസ്രാവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കണ്ട പരിശോധന നടത്താൻ വൈകരുത്. മലദ്വാരത്തിന് ചുറ്റും നിരന്തരമായി ഉണ്ടാകുന്ന അസ്വസ്ഥതയും വേദനയുമാണ് മറ്റൊരു ലക്ഷണം. പ്രത്യേകിച്ച് ഇരിക്കുമ്പോഴും മലശോധന നടത്തുമ്പോഴും ഈ വേദന ഉണ്ടാകാം. അർബുദം വളരുന്നതോടെ വേദനയുടെ തീവ്രതയും വർദ്ധിക്കും. മലദ്വാരത്തിന് സമീപം മുഴയും നീരും തടിപ്പും ഈ അർബുദം മൂലമുണ്ടാകാം. ഇതും മൂലക്കുരുവായി തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. മലദ്വാരത്തിൽ നിരന്തരമായി ചൊറിച്ചിൽ, അതിൽ നിന്ന് സ്രവങ്ങൾ വരൽ തുടങ്ങിയവയും അർബുദത്തിന്റെ സൂചനയാണ്. വയറ്റിൽ നിന്ന് എത്ര തവണ പോകുന്നു, എത്ര എളുപ്പത്തിൽ പോകുന്നു എന്നതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നതും മലദ്വാരത്തിലെ അർബുദ ലക്ഷണമാണ്. മലബന്ധം, അതിസാരം, പൂർണ്ണമായും മലം പോകാത്ത അവസ്ഥ എന്നിവയെല്ലാം മലദ്വാരത്തിലെ അർബുദത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മലം സാധാരണ നിലയിൽ പുറത്തേക്ക് പോകാതെ വളരെ വീതി കുറഞ്ഞ് റിബൺ പോലെ നീളത്തിൽ പുറത്തേക്ക് വരുന്നതും മലാശയത്തിലെ അർബുദം ഇവയുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നതിന്റെ ലക്ഷണമാണ്. മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന വീക്കവും അർബുദ വളർച്ചയുടെ സൂചനയാണ്. ഈ നീർവീക്കം ആദ്യമൊക്കെ മലദ്വാരത്തിനുള്ളിൽ വേദനാരഹിതമായിരിക്കാം. പ്രത്യേകിച്ച് വ്യായാമമോ ഭക്ഷണ നിയന്ത്രണമോ കൂടാതെ തന്നെ ഭാരം കുറയുന്നതും മലദ്വാരത്തിലെ അർബുദ ലക്ഷണമാണ്. അർബുദത്തിനെതിരെ പോരാടാൻ ശരീരം കൂടുതൽ ഊർജം വിനിയോഗിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. നിരന്തരമായ ക്ഷീണം പല അർബുദങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അർബുദം പുരോഗമിക്കുന്നതോടെ വയറ്റിൽ നിന്ന് മലം പോകുന്നതിനെ നിയന്ത്രിക്കുന്ന പേശികളെയും നാഡീവ്യൂഹങ്ങളെയും അത് ബാധിച്ചു തുടങ്ങും. ഇത് അബദ്ധത്തിൽ അറിയാതെ മലം പോകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ഹെൽത്ത് മാക്സ് മലയാളം.